ജയിലോ അതോ കൊട്ടേഷൻ താവളമോ? തവനൂരിലും കൊടുത്തുനിയുടെ അഴിഞ്ഞാട്ടം. നടപടിയെടുക്കാൻ മടിച്ച് അധികൃതർ. നിയമം ലംഘിക്കുന്നവർക്ക് ജയിൽ ശിക്ഷയല്ല, മറിച്ച് തങ്ങളുടെ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്താനുള്ള തുടരാനുള്ള ഒരു സുരക്ഷിത കേന്ദ്രം മാത്രമാണ് തവനൂർ സെൻട്രൽ ജയിൽ എന്ന് വീണ്ടും തെളിയിക്കപ്പെടുന്നു. TP ചന്ദ്രശേഖർ വധക്കേസിലെ പ്രതി കൊടുത്തുനി സഹ തടവുകാരന്റെ സിം കാർഡ് തട്ടിയെടുത്ത് ജയിലിനുള്ളിൽ നിന്ന് അനധികൃതമായി ഇയാൾ ഫോൺ വിളിച്ചതായാണ് ഏറ്റവും ഒടുവിലായി കണ്ടെത്തിയിരിക്കുന്നത്. ജയിൽ ഉദ്യോഗസ്ഥർ അനുവദിക്കുന്ന സിം കാർഡ് ഉപയോഗിച്ച് പോലീസിന്റെ കർശന നിരീക്ഷണത്തിൽ മാത്രമേ തടവുകാർക്ക് വിളിക്കാൻ അനുവാദമുള്ളൂ. എന്നാൽ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കൊടുത്തുനി തന്റെ തന്നിഷ്ടപ്രകാരം പുറത്തുള്ളവരുമായി ബന്ധപ്പെടുകയായിരുന്നു. ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉദ്യോഗസ്ഥൻ ജയിൽ സൂപ്രണ്ടിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടിന്മേൽ അന്വേഷണം പ്രഖ്യാപിച്ചുവെന്ന പതിവ് പല്ലവി അധികൃതർ ആവർത്തിക്കുമ്പോഴും ഈ തടവുകാരന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ഇനിയെങ്കിലും ശക്തമായ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യം ബാക്കിയാണ്. ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതിലും കയ്യേറ്റം ചെയ്യുന്നതിലും ഒരു മടിയും കാണിക്കാത്ത ആളാണ് കൊടുത്തുനി എന്ന് വീണ്ടും തെളിഞ്ഞു. കയ്യിൽ ചരട് കിട്ടിയത് ചോദ്യം ചെയ്ത ജയിൽ സൂപ്രണ്ടിനെ ഇയാൾ പരസ്യമായി ഭീഷണിപ്പെടുത്തി. വ്യാജ പരാതി നൽകുമെന്നും ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങളെ കൊലപ്പെടുത്തുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തി. ഇതിന്റെ പേരിൽ കുറ്റിപ്പുറം പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു ക്രിമിനലിനെ നിയന്ത്രിക്കാൻ ജയിൽ സംവിധാനത്തിന് സാധിക്കുന്നില്ല എന്നത് ഞെട്ടിക്കുന്ന സത്യമാണ്. ബിയോർ അതിസുരക്ഷാ ജയിലിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് 2023 നവംബറിൽ കൊടുത്തുനിയെ തവനൂരിലേക്ക് മാറ്റിയത്. അവിടെയും ഇയാളുടെ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ലെന്നും മാത്രമല്ല, ജയിൽ ഉദ്യോഗസ്ഥരുമായി നിരന്തരം തട്ടിക്കയറുന്നതും നിയമലംഘനങ്ങൾ നടത്തുന്നതും ഇയാളുടെ പതിവായി മാറുകയും ചെയ്തു. സുനിയെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റണമെന്ന് തവനൂർ ജയിൽ സൂപ്രണ്ട് മേലുദ്യോഗസ്ഥർക്ക് കത്ത് നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് ആരെ സംരക്ഷിക്കാനാണെന്ന സംശയം ബലപ്പെടുന്നു. ജയിലിനുള്ളിൽ മൊബൈൽ ഫോണുകളും മറ്റും ഉപയോഗിച്ച് കൊട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിക്കുന്ന കൊടുത്തുനിയുടെ പ്രവർത്തനങ്ങൾ ജയിൽ സംവിധാനത്തിന്റെ പൂർണ്ണ പരാജയമാണെന്ന് വിളിച്ചോതുന്നു. ജയിലിനകത്തും പുറത്തും ഇയാൾക്ക് ലഭിക്കുന്ന അദൃശ്യ സഹായങ്ങൾ ആരുടേതാണെന്ന് അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. പരിശോധനകൾക്കും മിന്നൽ റെയ്ഡുകൾക്കും അപ്പുറം ഇത്തരം കുറ്റവാളികളെ അഴിയെണ്ണുമ്പോൾ തന്നെ കർശനമായി നിയന്ത്രിക്കാൻ സർക്കാർ ഇനിയെങ്കിലും തയ്യാറാകണം. കുറ്റവാളികൾക്ക് ശിക്ഷ നൽകുന്നതായിരിക്കണം ജയിൽ എന്ന് പറയുന്നത്, അല്ലാതെ അവർക്ക് സ്വയം അഴിഞ്ഞാടാൻ വേണ്ടിയുള്ളതല്ല. കുറ്റവാളികളെ സംരക്ഷിക്കാനല്ല ജയില്, അവരെ ശിക്ഷിക്കാനാണ്. എന്നാൽ ഇപ്പോൾ ജയിലുകളായ ജയിലില്ല, കുറ്റവാളികളെ സംരക്ഷിക്കുന്നതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഉദ്യോഗസ്ഥരും അവർക്ക് വേണ്ടി കൂട്ടു നിൽക്കുന്നു. ഇനിയും ഒരു കുറ്റവാളിയും ഇവിടെ ഇത് ആവർത്തിക്കാൻ പാടില്ല. ജയിൽ എന്നത് കുറ്റവാളികൾക്ക് ഒരു പേടി സ്വപ്നമായി മാറണം. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.